BJP 3 സീറ്റ് പിടിക്കുന്നു. ഇനി കേരള രാഷ്ട്രീയം ഇങ്ങനെ LDF വേഴ്സസ് UDF എന്ന് തന്നെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുമോ എന്നുള്ളൊരു ചോദ്യം വരും. LDFിനൊപ്പം നിന്ന കേരള കോൺഗ്രസ് എല്ലാം തോക്കുകയും UDFിനൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസ് എല്ലാം സീറ്റ് കിട്ടുകയും ചെയ്തെന്നുള്ളതാണ് അതിനകത്തെ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം. ഗണേശനെ സംബന്ധിച്ച് ഒരു പൂർണ്ണസമയ രാഷ്ട്രീയക്കാരനല്ല. അപ്പോൾ പിന്നെ ഒരു നടനായതുകൊണ്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ല. 1964 രൂപീകൃതമായി അതിൻ്റെ തൊട്ടടുത്ത വർഷം തന്നെ നടന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് 26 സീറ്റുകളായിരുന്നു പിടിച്ചത്. അന്ന് കോൺഗ്രസ്സിന് പോലും 40 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇടതുപക്ഷത്തിനാവട്ടെ ഒരു 36 സീറ്റുകളും. ഈ ഒരു 62 വർഷത്തിനിടെ ഇപ്പം നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ അന്ന് 26 സീറ്റ് പിടിച്ച ആ കേരള കോൺഗ്രസ്സിന് ഇന്ന് അന്നത്തെ സാഹചര്യമല്ല, ഇന്ന് ഏകദേശം 4 ഗ്രൂപ്പോളം ഉണ്ട് കേരള കോൺഗ്രസ്സിന്. ആ എല്ലാ കേരള കോൺഗ്രസ്സുകളും കൂടിയിട്ട് പോലും അവർക്കൊരു ഇരട്ട സംഖ്യയിലേക്ക് എത്താനായിട്ടില്ല സീറ്റെണ്ണത്തിൽ. ഇപ്പം ജോസഫ് വിഭാഗമാണെങ്കിൽ കാര്യമായ ഒരു നേട്ടം ഉണ്ടാക്കി. 8 സീറ്റിൽ അവർ 7 സീറ്റോളം ജയിച്ചു. പക്ഷേ ജോസ് കെ മാണിയുടെ പാർട്ടിയിലേക്ക് വരികയാണെങ്കിൽ അവർ മത്സരിച്ച 12 എണ്ണത്തിലും തോറ്റു. അപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ജോസ് കെ മാണിയുടെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു രാഷ്ട്രീയ അന്ത്യമായിട്ടാണോ നമുക്ക് കാണാൻ പറ്റുക? അത് ജിതേഷ് പറഞ്ഞ പോലെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയ അന്ത്യത്തെക്കാളേറെ LDFിനൊപ്പം നിന്ന കേരള കോൺഗ്രസ് എല്ലാം തോക്കുകയും UDFിനൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസ് എല്ലാം സീറ്റ് കിട്ടുകയും ചെയ്തെന്നുള്ളതാണ് അതിനകത്തെ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം. അതാണ് ഇങ്ങനൊരു തരംഗം സംഭവിക്കുമ്പോൾ ആ തരംഗം നയിക്കുന്ന മുന്നണിയാണോ അവരുടെ കൂടെ നിൽക്കുന്നവരെല്ലാം ഇങ്ങനെ ജയിച്ചു കയറുക എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. ഇപ്പം ജിതേഷ് നേരത്തെ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ കേരള കോൺഗ്രസ് എം എന്ന് പറഞ്ഞാൽ പഴയ KM മാണിയുടെ ഇപ്പോൾ ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസിനെ സംബന്ധിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട പാർട്ടി. കാരണം 12 സീറ്റ് ഉണ്ടായിരുന്ന ഒരു പാർട്ടി ഒരു സീറ്റും ഇല്ലാതെ അത് മന്ത്രി അടക്കം തോക്കുന്നു. ചെറിയ ഭൂരിപക്ഷമൊന്നുമില്ല, 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് മന്ത്രിയൊക്കെ പരാജയപ്പെടുന്നത്. കഴിഞ്ഞ തവണ 5 സീറ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ 5 സീറ്റ് ഉണ്ടായിരുന്നു. അത് തന്നെ 12 സീറ്റ് LDFിലേക്ക് ചെന്നപ്പം കൈ അയച്ച് സഹായിച്ച് UDFിൽ നിന്ന പോലല്ല, അത്രയും കൈ അയച്ച് സഹായിച്ച് കൊടുത്ത സീറ്റുകളാണ്. ഈ തവണയും അത് 12-ൽ 13 വേണമെന്ന് ഒരു ഘട്ടത്തിൽ വരെ ആവശ്യപ്പെടുകയും വാശി പിടിക്കുകയും ചെയ്ത് അവസാനം 12-ൽ വഴങ്ങി. എന്നിട്ട് ഒരൊറ്റ സീറ്റ് പോലും ജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ നിലനിൽപ്പ് വലിയ പ്രശ്നമാണ്. 2 ചോദ്യം ഇനിയും ജോസ് കെ മാണി നേരിടേണ്ടി വരും. ഇങ്ങനെ ഇത് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും? പാലായിലെ തോൽവി ഒരു വശത്ത്, ജോസ് കെ മാണിക്ക് അത് വലിയ തിരിച്ചടി, നാണക്കേടും. കാപ്പനോട് 2 തവണയായിട്ട് അതും വലിയ മാർജിനിൽ തോക്കുന്നു. ഇനി ഒരു 1.5 വർഷവും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജ്യസഭാ കാലാവധി കഴിയുന്നു. ഈ പാർട്ടി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഒരു നിയമസഭയിലെ അംഗങ്ങൾ പോലും ഇല്ലാതെ ഈ പാർട്ടി എങ്ങനെ കൊണ്ടു നടക്കുന്നൊരു ചോദ്യം. ഇനിയിപ്പോൾ ഇങ്ങനെ കുറച്ചു കാലം മുന്നോട്ട് പോയെന്ന് പറഞ്ഞാലും LDFിനൊപ്പം നിൽക്കുന്നത് എത്രത്തോളം ഇനി ആ പാർട്ടിയുടെ സാധ്യത എന്ന് കണ്ട് 2 ഓപ്ഷനാണ്. UDFിൽ എങ്ങനെയെങ്കിലും കയറിപ്പറ്റാൻ വീണ്ടും ഈ കേരള കോൺഗ്രസ് ശ്രമിക്കുമോ? അത് ജോസഫ് ഗ്രൂപ്പ് അതിനെ എങ്ങനെ സ്വാഗതം ചെയ്യും? അല്ല, ഇപ്പോഴത്തെ ഈ നിയമസഭാ അംഗബലം നോക്കിക്കഴിഞ്ഞാൽ 3 സീറ്റ് BJPക്ക് ഇപ്പോൾ കിട്ടുന്ന സാഹചര്യമുണ്ട്. ഇനിയും അവസാനം ഇത് അവിടെ അടിഞ്ഞെത്തുന്നത് NDAയിലായിരിക്കുമോ? ഒന്നും പറയാൻ പറ്റില്ലാത്തൊരു രാഷ്ട്രീയമാണ് ഈ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചുള്ളത്. ഈ UDFിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞല്ലോ, അത് അങ്ങനെ ഒരു വാർത്ത നേരത്തെ പ്രചരിച്ചിരുന്നു. അതായത് ഈ ഒരു ചെറിയ ഭൂരിപക്ഷത്തിലാണ് UDF ജയിക്കുന്നതെങ്കിൽ അവർക്കൊരു അംഗബലം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ മാണി ഗ്രൂപ്പിനെ ഇങ്ങോട്ട് വലിച്ചേക്കാവുന്നു. പക്ഷേ ഇപ്പം വലിയ മാർജിനിൽ ജയിച്ചതുകൊണ്ട് അതിനൊരു സാധ്യത എത്രത്തോളം ഉണ്ട്? ആ സാധ്യതയുടെ അല്ല, ഇത് കുറച്ചൊന്ന് മുമ്പ് ആലോചിച്ചു. ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് ഒരു ഇലക്ഷൻ അനൗൺസ് ചെയ്യുന്നതിന് ഏതാനും മാസങ്ങൾ മുമ്പ് LDF വിട്ട് UDFിലേക്ക് കയറിപ്പറ്റാൻ ഈ കേരള കോൺഗ്രസും ജോസ് കെ മാണിയും ശ്രമിച്ചിരുന്നു എന്നൊരു വാർത്ത കേരളം ചർച്ച ചെയ്തതാണ്. അത് എല്ലാവർക്കും അറിയുന്നതാണ്. ആ UDFിലേക്കുള്ള യാത്ര തടഞ്ഞത് മന്ത്രി റോഷി അഗസ്റ്റിനായിരുന്നു. റോഷി അഗസ്റ്റിൻ വാശി പിടിച്ചതുകൊണ്ട് മാത്രമാണ്, റോഷി അഗസ്റ്റിനോടൊപ്പം N ജയരാജയുടെ നിലയുറപ്പിച്ചുകൊണ്ടാണ് മറുവശത്ത് സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും ചങ്ങനാശ്ശേരി MLA ആയ ജോബ് മൈക്കിളും UDFിലേക്ക് പോകാൻ അരമനസ്സുകാരായിരുന്നു എന്ന ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമുണ്ട്. ആ റിസ്ക് അന്ന് എടുക്കാതെ തടഞ്ഞത് റോഷിയായിരുന്നു. ഒരു ഘട്ടത്തിൽ ജോസ് കെ മാണിയെ മുന്നിലിരുത്തിക്കൊണ്ട് പോലും റോഷി അദ്ദേഹത്തെ ബൈപ്പാസ് ചെയ്ത് തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഇപ്പം പാലായിൽ ആര് മത്സരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ജോസ് കെ മാണി മൗനം ദീക്ഷിക്കുമ്പോഴാണ് റോഷി എഴുന്നേറ്റ് പറയുന്നത് അത് പാർട്ടി ചെയർമാൻ അല്ലാതെ ആരെ എന്ന് ചോദിച്ച് ആ രീതിയിൽ വരെ പോകുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ഒരു സാഹചര്യം ഇനിയിപ്പോൾ ഈ വാശി പിടിച്ച് മത്സരിച്ച റോഷിക്കുണ്ടായ പതനം എന്ന് പറയുന്നത് അതിലും വലുതാണ്. കാരണം റോഷി LDFിലും UDFിലും നിന്നപ്പം ഇടുക്കിയിൽ നിന്ന് ജയിച്ചു കയറിയ ഒരാളാണ്. അതായത് ഇനിയുള്ള റിസ്ക് എന്ന് പറയുന്നത് ഇതാണ്. 1.5 വർഷം കൂടെ പാർലമെന്ററി പദവി ഉണ്ട്. ഇവർ തമ്മിലുള്ള ഈ തർക്കേ ഇനി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ തന്നെ വീണ്ടും ഒരു പിളർപ്പിലേക്ക് നയിക്കുമോ? ഈ പിളർപ്പിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസ് കെ മാണിയുടെ നേതൃത്വം ചോദ്യം ചെയ്യപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ തോറ്റവർക്കും ഇനി ഇങ്ങനെ LDF എന്ന് പറയുന്ന സംവിധാനത്തിനെ അവൻ്റെ ഫ്യൂച്ചറും കൂടെ നോക്കുമ്പോഴാണ് അവരാ നിലനിൽപ്പിന്. കാരണം ഇത് 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ LDF വീണ്ടും അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ ഈ റിസ്ക് എടുത്ത് 5 വർഷം അവിടെ തുറന്നു കഴിഞ്ഞാൽ അവർക്ക് ലാഭക്കച്ചവടമാണ്. അപ്പോൾ ഈ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ BJP 3 സീറ്റ് പിടിക്കുന്നു.
ഇനി കേരള രാഷ്ട്രീയം ഇങ്ങനെ LDF വേഴ്സസ് UDF എന്ന് തന്നെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുമോ എന്നുള്ളൊരു ചോദ്യം വരും. ആ ചോദ്യം എല്ലാം കൂടെ വരുമ്പോഴാണ് ഇവർ ഈ പറയുന്ന പോലെ പതുക്കെ അല്ലെങ്കിൽ UDFിലേക്ക് മാറാനൊരു ആലോചന നടത്തുമോ. UDF എടുക്കുകയാണെങ്കിൽ തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ദുർബലമായ സ്ഥിതിക്ക് ഇതിനെ ഒരു പിളർത്തിയെടുക്കുക എന്ന് പറയുന്ന ഒരു സമീപനമായിരിക്കും. ഒന്നുകൂടെ ശുഷ്കിച്ച് സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു നയം സ്വീകരിക്കാനാണ് സാധ്യത. ഇപ്പം എന്തായാലും ഈ സമയത്ത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ആരും എന്താ പറയുക, ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യമല്ല. കാരണം 100 സീറ്റിന് മേളിൽ വിജയിച്ച് നിൽക്കുന്ന ഒരു തിളക്കത്ത് നിൽക്കുന്ന പാർട്ടിക്ക് ഇവരുടെ ഒരു ആവശ്യമില്ല. ഇനി നമ്മൾ ജോസഫ് ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ അവിടെ മകൻ അപ്പു ജോൺ ജോസഫിനെ വാഴിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഇത്തവണ നടന്നത്. അത് ഏകദേശം നല്ല രീതിയിൽ വിജയിക്കുകയും ചെയ്തു. അപ്പം ഇനി PJ ജോസഫ് പൂർണ്ണമായിട്ടും മാറി അപ്പു ജോസഫ് ആയിരിക്കുമോ? ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രധാന മുഖം അവരുടെ രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുക്കുക അപ്പു ആയിരിക്കുമോ? അത് ഒരുപക്ഷെ പാർട്ടി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് അബു ജോസഫ്, കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വാലില്ലാത്ത കേരള കോൺഗ്രസ് ആണ് ഇപ്പം, ആ പാർട്ടി ചെയർമാനായി അബു ജോസഫ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ മന്ത്രി ആകുമോ എന്ന് ചോദിച്ചാൽ അത് ഉണ്ടാവാനുള്ള സാധ്യത കുറവ്. കാരണം അതിൽ എത്രയൊക്കെ ആയാലും സീനിയർ എന്ന് പറയുന്നത് മോൻസ് ജോസഫാണ്. സ്വാഭാവികമായിട്ടും ഒരു മന്ത്രിസ്ഥാനമാണ് മോൻസ് ജോസഫിനായിരിക്കും. കിട്ടാൻ സാധ്യത രണ്ടെണ്ണം ഒരു, കാരണം ഇത് 100 സീറ്റൊക്കെ എത്തുമ്പോൾ എന്നാ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചോദിച്ചത് അവർ നേരത്തെ മത്സരിച്ചിരുന്നത് 10 സീറ്റിലായിരുന്നു. ഈ 2 സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തവണ അവർ ഇത്രയും സീറ്റിൽ വിജയിച്ച സ്ഥിതിക്ക് ആ 2 സീറ്റ് വിട്ടുകൊടുത്തതിന് ഒരു ആനുകൂല്യം എന്നുള്ള നിലയ്ക്ക് മന്ത്രിസ്ഥാനം 2 ഒക്കെ കൊടുത്തുകൂടെ? എന്താ വിഷയം എന്ന് വെച്ചാൽ കോൺഗ്രസ് മൊത്തം 21 മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാർക്കേ പറ്റുള്ളൂ. കോൺഗ്രസിന് തന്നെ എങ്ങനെ പോയാലും 11 മന്ത്രിമാർ വരും. പോയിട്ട് ഈ പറയുന്ന ലീഗ് 5 മന്ത്രിസ്ഥാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 എന്നുള്ള നിലയ്ക്ക് ഘടകകക്ഷികൾക്കെല്ലാം വരാൻ ചാൻസ്. പിന്നൊരു സാധ്യത 2 മന്ത്രിസ്ഥാനം കിട്ടിയില്ലെങ്കിൽ ഒന്നെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി, അല്ലെ ചീഫ് വിപ്പ്. അത് ചീഫ് വിപ്പ് അതൊക്കെയാണ് കൂടുതൽ സാധ്യത. അങ്ങനെയാണെങ്കിൽ തോമസ് ഉണ്ണിയാണ് ചീഫ് വിപ്പ് ആകുകയും മോൻസ് ജോസഫ് മന്ത്രിയാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് PJ ജോസഫ് ഗ്രൂപ്പ് വിഭാഗത്തിലുണ്ടാകാൻ സാധ്യത. അങ്ങനെ വരുമ്പോൾ അബു ജോസഫ് പാർട്ടി ചെയർമാനായി അടുത്തൊരു ലെവലിൽ പാർട്ടിയെ നയിച്ച് നെക്സ്റ്റ് ഒരു 5 ഇയർ കഴിഞ്ഞ് അല്ലെ അടുത്തൊരു ടേമൊക്കെ ഭരണം കിട്ടുകയാണെങ്കിൽ അപ്പോഴൊക്കെ മന്ത്രിയാകുന്നൊരു സാഹചര്യം. നിലവിലെ സാഹചര്യത്തിൽ മോൻസ് മന്ത്രിയാകാനും രണ്ടാമതൊരു പദവി അത് ഏതാണോ അത് കിട്ടുകയാണെങ്കിൽ ഇരിങ്ങാലക്കുട MLA ആയ തോമസ് ഉണ്ണിയാടൻ ആ പദവിയിലേക്ക് വരാനാണ് സാധ്യത. ഇനി നമ്മൾ കേരള കോൺഗ്രസ് ബിയിലേക്ക് വന്നാൽ മികച്ച മന്ത്രി എന്നുള്ളൊരു ലേബൽ ഉണ്ടായിരുന്ന ആളായിരുന്നു ഗണേഷ് കുമാർ തോറ്റു. ഒരേ ഒരു MLA ആയിരുന്നു അവർക്ക്. ഇനി ആ പാർട്ടിയുടെ ഒരു ഭാവി എന്താണ്? അതൊരു ഇപ്പം ഈ പറഞ്ഞ ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ കാര്യം പറഞ്ഞാൽ ഗണേഷിനെ സംബന്ധിച്ച് ഒരു പൂർണ്ണസമയ രാഷ്ട്രീയക്കാരനല്ല. അപ്പോൾ പിന്നെ ഒരു നടനായതുകൊണ്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ല. സ്വാഭാവികമായിട്ടും ഗണേഷ് അതിലേക്ക് വന്നുള്ളൂ. ഇനി ആ സീറ്റിൽ 5 വർഷത്തോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായി വരുമ്പോൾ ഗണേഷിന് തിരിച്ചു വരികയും മത്സരിക്കാൻ ജയിക്കാൻ സാധ്യതകളുമുണ്ട്. ഈ തവണ ഗണേഷിന് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, NSSൻ്റെ ഈ പത്തനാപുരം താലൂക്കിൻ്റെ ഭാരവാഹിയൊക്കെ ആയിരുന്നു ഗണേഷ്. അവിടെ ആ സംഘടനയ്ക്കുള്ളിലൊരു പിളർപ്പുണ്ടാകുകയും ഗണേഷിൻ്റെ നേതൃത്വത്തിലുള്ള ആ സമിതിയെ പിരിച്ചുവിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒന്നുണ്ടായി. രണ്ടാമത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നത് മരിച്ചുപോയ ഉമ്മൻചാണ്ടിയുടെ ആ ഉമ്മൻചാണ്ടി ഫാക്ടർ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ അലയടിച്ചൊരു തെരഞ്ഞെടുപ്പ്. കാരണം ക്രിസ്ത്യൻ ബെൽറ്റിലെ ഓരോരുത്തരുടെ മാർജിൻ തന്നെ ജയിച്ച UDF സ്ഥാനത്തിൻ്റെ മാർജിൻ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. അതിൽ ഈ പത്തനാപുരത്ത് വളരെ വൈറ്റൽ ഫാക്ടറാണ്. 2 കാരണങ്ങൾ ഞാൻ അതിന് മനസ്സിലാക്കുന്നു പറഞ്ഞാൽ, ഒന്ന്, ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ 5 വർഷം മുമ്പ് ഗണേഷിനോട് പരാജയപ്പെട്ടതിന് ശേഷം 5 വർഷവും ഒരു തോറ്റ MLA എങ്ങനെയാണ് ഒരു മണ്ഡലത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്ന പോലെ ഗണേഷ് പങ്കെടുത്ത പരിപാടികളേക്കാൾ കൂടുതലും കയറിയ വീടുകളേക്കാൾ കൂടുതലും ഈ ജ്യോതികുമാർ ചാമക്കാല 5 വർഷം തമ്പടിച്ച് അവിടെ വർക്ക് ചെയ്തു. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലാണ് നമുക്കറിയാം ഉമ്മൻചാണ്ടിക്കെതിരായ ആ സോളാർ കേസിൻ്റെ പിന്നിൽ ഗണേഷിൻ്റെ ഒരു ഗൂഢാലോചനയായിരുന്നു എന്നൊരു വെളിപ്പെടുത്തൽ വരികയും അതൊരു കേസായി മാറുകയും ആ കേസിൽ അന്നത്തെ എന്താ പറയുക പാർട്ടി ഭാരവാഹികളായിരുന്നവർ മൊഴി കൊടുക്കുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം. ഗണേശൻ ആവശ്യപ്പെട്ടനുസരിച്ച് കൂട്ടിച്ചേർത്താണ് കത്തിലെ പേരുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് വലിയ ചർച്ചയായി വന്നു കഴിഞ്ഞപ്പം ഉമ്മൻചാണ്ടിയുടെ മക്കൾ ഈ തവണ നമുക്കറിയാം മറിയം ഉമ്മനൊക്കെ വളരെ സജീവമായി പ്രചാരണ രംഗത്ത് വരികയും ഏറ്റവും ഒടുവിൽ ഈ പത്തനാപുരത്ത് അവർ ഗണേഷിൻ്റെ തോൽവി ഉറപ്പാക്കണമെന്ന് ജനത്തോട് ആഹ്വാനം ചെയ്യുന്ന കാഴ്ചയൊക്കെ ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു ഗണേഷിൻ്റെ ഒരു വോട്ട് ബാങ്ക് ആയിരുന്ന ക്രിസ്ത്യൻ വോട്ടിൽ അതിനെ നല്ല രീതിയിൽ സ്വാധീനിച്ച് കാണാനുള്ള സാധ്യതയുണ്ട് ഈ പരാജയത്തിൽ. ഈ ജേക്കബ് വിഭാഗം അതേപോലെ അനൂപ് ജേക്കബ് വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. മന്ത്രിയാവുന്ന ഏറെക്കുറെ ഉറപ്പാണ്. അത് അനൂപ് ജേക്കബിൻ്റെ പറഞ്ഞല്ലോ, ഇത് ഒറ്റ ആളെ ഉണ്ടു ആ പാർട്ടിയിൽ. ആ ഒരാൾ തന്നെയല്ല, ചെറിയ ഭൂരിപക്ഷം ഒന്നുമില്ല, 10-40,000 വോട്ട് ഭൂരിപക്ഷത്തിനാണ് അനൂപ് ജേക്കബ് അവിടെ ജയിക്കുന്നത്. ഒറ്റ ആളെ ഉണ്ടെങ്കിൽ UDF സ്വാഭാവികമായിട്ടും ഒരു ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് അനൂപ് ജേക്കബിനും മന്ത്രിസ്ഥാനം കൊടുക്കാൻ തന്നെയാണ് എല്ലാ സാധ്യതയും. പിന്നെ ഞാൻ ഈ കോൺഗ്രസിന് കൂടുതൽ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം അവരങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഒരു ടേം വ്യവസ്ഥയൊക്കെ കൊണ്ടുവരുമോ എന്നറിയത്തില്ല. എങ്കിൽ പോലും അനൂപ് ജേക്കബ് ഫസ്റ്റ് ടൈം മന്ത്രിയാവുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം പൂർണ്ണമായും തകർന്നടിഞ്ഞെങ്കിലും
ജോസഫ് വിഭാഗവും അനു ജേക്കബും ഒക്കെ ഉള്ളതുകൊണ്ട് വീണ്ടും അവർക്കൊരു ഭാവി കേരള രാഷ്ട്രീയത്തിൽ ഒരു നിർണായക സ്വാധീനമായിട്ട് കേരള കോൺഗ്രസിന് ഇനിയും നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. കാണാം, ശേഷിക്കാം. ഈ പി ജെ ജോസഫ് ഉള്ളിടത്തോളം കാലം ആ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സായിട്ട് നിൽക്കും. ഇപ്പം തന്നെ ജിതേഷ് പറഞ്ഞൊരു ചോദ്യമാണ്, ഈ തെരഞ്ഞെടുപ്പ് 2 സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തു, 10 8 സീറ്റ് മത്സരിക്കാൻ കിട്ടും. ആ ഏറ്റെടുത്ത 2 സീറ്റും കോൺഗ്രസ് വിജയിച്ചു എന്നും കൂടെ നിങ്ങൾ ആലോചിക്കാം. അപ്പം കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്ന ഈ ഒറ്റ തവണത്തേക്കാണ് കൊടുത്തത്, അടുത്ത തവണ സീറ്റ് തിരിച്ചു കൊടുക്കണമെന്നാണ്. ഈ 2 സീറ്റ് ഇപ്പോൾ കോൺഗ്രസ് ജയിച്ചു, അടുത്ത തവണ അത് എങ്ങനെ തിരിച്ചു കൊടുക്കും? സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് 2 സീറ്റ് നഷ്ടപ്പെട്ടു. ഇനി മറുവശത്ത് ജോസഫിനെ സംബന്ധിച്ച് അതിനകത്തൊരു വലിയ ആശ്വാസ വാർത്ത എന്ന് പറഞ്ഞാൽ 8-ൽ 7 ജയിച്ച സ്ഥിതിക്ക് അടുത്ത തവണ ഈ കാഞ്ഞങ്ങാട് സീറ്റ് ഒഴിച്ചൊരിടവും UDF ഏറ്റെടുക്കുകയോ അങ്ങനെ ഒരു സാഹചര്യം ഒഴിവായി കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ടൈമും കൂടെ സേഫാണ് കേരള കോൺഗ്രസ് ജോസഫ്.